ശരീരത്തിൽ കൊഴുപ്പ് അമിതമായി അടിഞ്ഞു കൂടുമ്പോഴാണ് നമ്മൾ അതിനെ അമിതവണ്ണം എന്ന് പറയുന്നത്. അമിതവണ്ണം കാഴ്ച എന്നുള്ളതിനുപരി ഒരു ഹെൽത്ത് കൺസേൺ കൂടെയാണ്. പ്രമേഹം, ഹൈ ബ്ലഡ് പ്രഷർ, ബ്ലഡ് കൊളസ്ട്രോൾ അബ്നോർമാലിറ്റീസ്, ഓസ്റ്റിയോആർത്രൈറ്റിസ് മുട്ടിലെ തേയ്മാനം, ഇൻഫെർട്ടിലിറ്റി, ഡിപ്രഷൻ, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് തന്നെ മോശമാവുന്ന സിറ്റുവേഷനാണ് പലപ്പോഴും അമിതവണ്ണം. അമിതവണ്ണം കണക്കാക്കാനായി നമ്മൾക്ക് അനേകം ടൂളുകളുണ്ട്. എന്നാൽ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്നതാണ് ബോഡി മാസ് ഇൻഡെക്സ്. രണ്ടാമത്തെ ഉപയോഗിക്കുന്നതാണ് വേസ്റ്റ് സർക്കംഫറൻസ്. ബോഡി മാസ് ഇൻഡെക്സ് എന്നാൽ നമ്മുടെ ഹൈറ്റിനോട് എത്ര ആനുപാതികമായിട്ടാണ് നമ്മുടെ വെയിറ്റ് ഉള്ളത് എന്നുള്ള കമ്പാരിസൺ കൂടിയാണ്. നിങ്ങളുടെ വർക്ക്ഔട്ട് പ്ലാനും ഡയറ്റ് പ്ലാനും ചാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഡോക്ടറെ കണ്ട് നിങ്ങൾക്ക് മറ്റ് അസുഖങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തുകയും അതിന്റെ സേഫ്റ്റി എൻഷുർ ചെയ്യേണ്ടത് ആവശ്യമാണ്. സിവിയർ ഒബേസിറ്റി ഉള്ളവർക്ക് നമുക്ക് മെഡിക്കലായിട്ട് വെയിറ്റ് ലോസ് വേണ്ടിയിട്ടുള്ള മെഡിക്കേഷൻസ് അവൈലബിൾ ആണ്. പ്രധാനമായും ഇൻജെക്ടബിൾ ഫോംസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്, കോസ്റ്റ്ലി ആയിരിക്കുന്നത്. അത് നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. പിന്നീട് പീഡിയാട്രിക് സർജറി പോലുള്ള ട്രീറ്റ്മെന്റ് മോഡാലിറ്റീസ് അവൈലബിൾ ആണ്. പക്ഷെ അത് കെയർഫുള്ളി സെലക്ടഡ് പേഷ്യൻസിൽ മാത്രമേ നമ്മൾ അഡ്വക്കേറ്റ് ചെയ്യാറുള്ളൂ. എപ്പോഴും ഒരു സസ്റ്റൈൻഡ് ആയിട്ടുള്ള എക്സസൈസ് പ്രോഗ്രാമും സസ്റ്റൈൻഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും ഉണ്ടെങ്കിലേ നമ്മൾ ഗെയിൻ ചെയ്തിരിക്കുന്ന ലൂസ് ചെയ്തിരിക്കുന്ന വെയിറ്റ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സസ്റ്റൈനബിലിറ്റി ഓഫ് ദ എക്സസൈസ്, സസ്റ്റൈനബിലിറ്റി ഓഫ് ദ ഡയറ്റ് പ്രോഗ്രാം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്.